ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഘടകങ്ങളിലേക്ക് സ്വാഭാവികമായും ഇതുപോലെ, കാരണം വോട്ടെല്ലാം വീണു കഴിഞ്ഞു, ജനങ്ങൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി, അവരുടെ കാഴ്ചപ്പാടുകൾ ജനഹിതമായി വന്നു കഴിഞ്ഞു. പ്രചാരണ കാലമല്ല, അവകാശവാദങ്ങൾക്കപ്പുറം കുറച്ചുകൂടി വിഷയങ്ങൾ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടിരിക്കാം എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വന്ന ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം ചോദിച്ചത്. അതിൽ നേരത്തെ സേനാപതി പറഞ്ഞതിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിലാകാം. ചില പേരുകളൊക്കെ താരതമ്യം ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് താങ്കൾ കേട്ടല്ലോ. ഒന്ന്, നേരത്തെ BJP പ്രതിനിധി നിങ്ങളുടെ മുന്നണി LDF എന്താണ് പൊന്നിലും UDF പെണ്ണിലും എന്ന രീതിയിലാണ് അതിനെ സമീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ശബരിമല, അതുകൊണ്ട് തന്നെ ശബരിമല എന്നുള്ളത് ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് എങ്ങനെ എത്രമാത്രം ശക്തമായി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു എന്നതും കണ്ടല്ലോ. അത് ഏത് തരത്തിൽ പ്രതിഫലിച്ചിരിക്കാം വോട്ടർമാർക്കിടയിൽ? എന്താണ് LDFന് അതിൽ ഉള്ള വിലയിരുത്തൽ? എന്താണ് വോട്ട് കഴിഞ്ഞും അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അഴിമതിക്കെതിരായ പോരാട്ടത്തിലാണ്. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സർക്കാർ ഓഫീസിൽ പോകുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഓൺലൈൻ ആക്കുക എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആക്കുന്നതിൻ്റെ എല്ലാ സാധ്യതകളും സുതാര്യതയാണ്, അതിൻ്റെ ട്രാൻസ്പാരൻസിയാണ്. അത് അഴിമതി ഒഴിവാക്കാനാണ്. രണ്ട്, കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരായിട്ടും ഒരു അഴിമതിയുടെ ആരോപണവും നിലവിലില്ല, ഒരു കേസും നിലവിലില്ല. മൂന്ന്, പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം കെട്ടിച്ചമച്ച എല്ലാ കേസുകളും തകർന്നടിച്ചു, അവർ തോറ്റു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ 2019 ശബരിമലയിലുണ്ടായ ഒരു സംഭവം, ആ സംഭവം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള രാഷ്ട്രീയ ബാധ്യതയാണോ എന്നുള്ളതാണ് ചോദ്യം. സർക്കാരിൻ്റെ നിയമബാധ്യതയാണ്, മുന്നണിയുടെ രാഷ്ട്രീയ ബാധ്യതയാണോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് LDFൻ്റെ ഉത്തരം? ഒന്ന്, ആ വിഷയത്തിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടാതിരിക്കരുത്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന സുദൃഢമായ നിലപാട് സർക്കാരും മുന്നണിയും പാർട്ടിയും സ്വീകരിച്ചു. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട്, SIT ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അന്വേഷണം പൊതുവിൽ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. മൂന്ന്, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണമാണ് പൊതുവിൽ SIT അന്വേഷണത്തിലേക്ക് നയിച്ചത്. ആ നിലയിൽ സർക്കാർ അതിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാല്, ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ അഴിമതി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രധാനപ്പെട്ടയാൾ ഒരു പോറ്റിയാണ്. പോറ്റി ആരാണ്? 2004 ശബരിമലയിൽ വന്നതാണ്. ശബരിമല തന്ത്രി വഴി വന്നതാണ്. ശബരിമല തന്ത്രി ശബരിമലയുടെ കാര്യത്തിൽ പല കാര്യങ്ങളിലും ഇടപെടൽ ശേഷിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമാണ്, ആത്മീയ കേന്ദ്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ വരുമ്പോൾ സ്വാഭാവികമായും നിയമങ്ങളും ചട്ടങ്ങളും വഴിമാറാൻ പാടില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കീഴ്പ്പെടാം. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം തന്നെ ഭരണാധികാരികൾക്കും വീഴ്ച പറ്റാം. അതിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിച്ചു. അവിടുത്തെ ക്ലാഡ് ചെയ്യപ്പെട്ട സ്വർണം അല്ലെങ്കിൽ പതിച്ചിട്ടുള്ള സ്വർണം അപഹരിക്കപ്പെട്ടു. ശ്രീ അനിൽകുമാർ, നമ്മൾ ഈ വിഷയം ഒരു നിമിഷം, ഈ വിഷയം നമ്മൾ അപഹരിക്കപ്പെട്ട സ്വർണം കണ്ടെത്തി നമ്മൾ ഈ വിഷയം അതിൻ്റെ ഓരോ ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ്. എൻ്റെ ചോദ്യം, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ, അതിൽ ഇടതുമുന്നണിയുടെ ഈ വിശദീകരണം ഒക്കെ നിൽക്കുമ്പോൾ UDF എന്താണ് പറയുന്നത്, BJP എന്താണ് പറയുന്നത് നല്ലതുപോലെ താങ്കൾക്കറിയാം. വോട്ടർമാരുടെ മുമ്പിൽ ഈ വിഷയം ഏതു തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കാം? ഇടതുമുന്നണിക്ക് ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യമോ ഘടകമോ ആയിരുന്നോ ഇത്? അല്ല, ഇത് കേരളത്തിലെ പിണറായി സർക്കാർ ആയതുകൊണ്ടും സർക്കാരിൻ്റെ വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ എത്തിയത് കൊണ്ടാണ് അന്വേഷണം ഈ വഴിക്ക് പോയത്. SIT രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? വിജിലൻസിൻ്റെ റിപ്പോർട്ടിന് മേലാണ് SIT ഉണ്ടാകുന്നത്. വിജിലൻസിൻ്റെ എല്ലാ റിപ്പോർട്ടും ഹൈക്കോടതി ശരിവെച്ചു. ഇതെല്ലാം ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ശബരിമലയിലെ ഈ പറയുന്ന പോറ്റി അവിടെ അവരോധിച്ച കാലത്ത് UDF ആണ് അധികാരത്തിൽ. രണ്ട്, രാഷ്ട്രീയമായൊരു ഇടപെടൽ LDF ശബരിമലയിൽ നിന്നല്ല ഒരിടത്തും നടത്താറില്ല. ഭരണപരമായ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് അത് ചെയ്ത് ഉത്തരം പറയണം. അതല്ല, ഈ ക്രിമിനൽ കുറ്റത്തിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ട് അത് കോടതി വഴി തെളിയേണ്ട കാര്യമാണ്. CPM വ്യക്തമാക്കിയത്, ഞങ്ങളിപ്പോൾ പ്രാഥമികമായി അന്വേഷണത്തിൻ്റെ SITയുടെ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾക്കൊപ്പം നിൽക്കുന്നു, ഞങ്ങളതിനെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞു കേട്ടോ, ഈ പോറ്റി സ്വന്തം പോറ്റിയാണ്. മാത്രമല്ല, ഇതിലെ 6-7 ജീവനക്കാരിൽ പലരും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളാണ്. ഇതൊക്കെ നാളുകളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോവാണ്. ഇവിടെ നടന്ന ചർച്ച ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടല്ല. കാരണം എന്താണ്? BJP ഭാവി വികസിത കേരളം പറയുമ്പോൾ വികസിത ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായി?
ഗുജറാത്തിൻ്റെ അവസ്ഥ എന്തായി? യു പിയുടെ അവസ്ഥ എന്തായി? ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായി? ആളുകളുടെ കൺമുമ്പിൽ വികസിത കേരളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ അതിൻ്റെ ചരിത്രം പറയുന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് 10-15 ചോദ്യം ചോദിച്ചു. ആ മുഴുവൻ ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവിന് ഉത്തരവില്ല. എന്താ ഉത്തരവില്ലാത്തത്? ആ പറയുന്നതെല്ലാം ചരിത്രത്തിന് മുന്നിൽ വികസനത്തെ തകർക്കാൻ പ്രതിപക്ഷവും BJP-യും കൂടി. ശരി, കീഴാറ്റൂർ സമരത്തിൽ സുരേഷ് ഗോപി ഇല്ലേ? ബി ഗോപാലകൃഷ്ണൻ ഇല്ലേ? ശരി, ഇതിന് ഏത് കാര്യത്തിലാണ് BJP പിന്തുണയ്ക്കാത്തത്? ഓക്കെ. ഇപ്പം വികസിത കേരളം പറയുമ്പോൾ UDF-നോടൊപ്പം നിന്ന് മുടക്കാൻ നേതൃത്വം കൊടുത്തു BJP-യുടെ ഗവൺമെൻറ്. വികസിത കേരളം എന്ന അജണ്ടയായിരുന്നെങ്കിൽ വിഴിഞ്ഞത്തിന് പണം തരൂല്ലേ? വികസിത കേരളം എന്നൊരു അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് സഹായം നൽകൂലേ? എന്താ കേരളത്തിന് സഹായം? കേരളത്തെ തകർത്തിട്ട് വികസിത കേരളം, BJP-യുടെ വികസിത കേരളം, ഇതൊന്നും നാട്ടിലെ ജനങ്ങൾ വകവെക്കാൻ പോകുന്നില്ല എന്ന നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.